ടോപ്പ് 5 ഒക്കെ എത്താറാകുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ അക്ബറൊക്കെ ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റലായിട്ട് പുള്ളി കരയുന്നു. ഈ അടുത്ത് ഈ രണ്ട് ദിവസത്തെ ഗെയിമിലൊക്കെ പുള്ളി ഇരുന്ന് കരയുന്നു. ഇവിടെയാണ് കേട്ടോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അക്ബർ കരയുമ്പോൾ അക്ബറിനെ ആശ്വസിപ്പിക്കാനായിട്ട് അനുമോളുടെ ഫ്രണ്ടായിട്ടുള്ള ആദിലയും പിന്നെ അക്ബറിൻ്റെ ആസ്ഥാന ഫ്രണ്ടായിട്ടുള്ള ആര്യനും കൂടെ നിൽക്കുന്നു. പക്ഷേ അനുമോളൊക്കെ കരയുകയാണെങ്കിൽ അപ്പോൾ പറയും, ആര്യനും പറയും അക്ബറും പറയും ഇതൊക്കെ ഗെയിമാണ്, കരഞ്ഞുകൊണ്ട് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റിയുള്ള വോട്ട് നേടാനുള്ള തന്ത്രമാണെന്നൊക്കെ പറയും. അക്ബറിന് മാത്രമേ ഉള്ളൂ ഈ ഫീലിങ്സും സെന്റിമെന്റ്സും ഒക്കെ. അവിടെയാണ് അക്ബറിന്റെ ഈ ഒരു നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരു സ്വഭാവം എന്ന് പറയുന്നത്. സ്വന്തം കാര്യം വരുമ്പോൾ അത് ഭയങ്കര ഫീലിങ്സും കുടുംബക്കാരോട് പറയുമ്പോൾ ഒക്കെ ഭയങ്കര കാര്യമായിട്ട് പറയും. മറ്റുള്ള ആൾക്കാർക്ക് ഫീലിങ്സും ഇല്ല, ഒരു കുടുംബവും ഇല്ല, ഒന്നുമില്ലാത്ത രീതിയിലാണ് ഓരോരുത്തരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ഓരോ പാരഡി ഗാനങ്ങൾ ഇറക്കുമ്പോൾ അവർക്ക് എത്രത്തോളം അത് മനസ്സിൽ കൊള്ളുന്നുണ്ട് എന്നൊന്നും അക്ബർ ചിന്തിക്കാറില്ല. ഇന്നുകൂടെ അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പൊ അക്ബറിന് ചില സമയത്ത് ഇപ്പൊ കളിയിൽ ജയിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം പറയുമ്പോൾ അക്ബർക്ക് ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അത് ഗെയിമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അനുമോളെ പോലെയുള്ള ഒരു ലേഡി കണ്ടസ്റ്റൻസ് ഒക്കെ എത്രത്തോളം ബുദ്ധിമുട്ട് മനസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടല്ലേ അവർ കരയുന്നത്. അങ്ങനെ ചിന്തിക്കില്ല. കൂടെ നിൽക്കുന്നവർ പോലും അനുമോളെ അപ്പൊ ഒന്നും കൂടെ കുത്തി നോക്കിയാലേ നോക്കാറുള്ളൂ. ഇപ്പൊ ഈ അക്ബർ കരയുമ്പോൾ കൂടെ നിന്ന് കരയാൻ ആദില വരുന്നു. ആതിരയുടെ ഒരു സെന്റിമെന്റ്സ്, ആര്യൻ പറയുന്നത് ഇവനോട് ചെയ്തത് നീതിയായില്ല. അനുമോളുടെ അടുത്ത് തർക്കിക്കുമ്പോഴും അനുമോൾക്ക് എതിരെ കളിക്കുമ്പോഴും അക്ബറിനൊക്കെ ശരിയായിരുന്നു, അല്ലെങ്കിൽ ആര്യന് ശരിയായിരുന്നു, നെവിന് ശരിയായിരുന്നു. അങ്ങനെ അനുമോള് കരയുന്നു, വിഷമിക്കുന്നു. അത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം. അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പം തന്നെ തിരിച്ചടി കിട്ടിയതാണ് ആ ഒരു ഗെയിമിൽ എല്ലാ പാവങ്ങളും നഷ്ടപ്പെട്ട് അക്ബറിനെ കൊണ്ട് തന്നെ കരയേണ്ട ഒരു അവസ്ഥ വന്നത് അല്ലെ. അത് അവരെ കൂട്ടുകാരി കാണേണ്ട അവസ്ഥ വന്നു. അപ്പൊ അത് അക്ബറിന് അപ്പപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് കാര്യം ഉറപ്പാണ്. പക്ഷെ അനുമോള് എന്ന് പറയുന്നത് ഇത്രയും കൂടെ സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ആദ്യം കുറെ കരഞ്ഞെങ്കിൽ ഇപ്പൊ അനുമോൾ കരയുന്നില്ല. അവിടെയാണ് അനുമോളുടെ ഗെയിം കുറച്ചും കൂടെ സ്ട്രോങ് ആയി തോന്നുന്നത്. അതുപോലെ ലക്ഷ്മിയൊക്കെ സ്ട്രോങ് ആയിട്ട് കളിച്ചു. അപ്പൊ പറയുന്നു ഇതെല്ലാം പി ആറിന്റെ ഗുണമാണ്, അവർക്ക് ഒരുപാട് പി ആർ ഉണ്ട് പുറത്ത്, ഭയങ്കരമായിട്ട് പി ആർ അവര് തയ്യാറാക്കി വന്നിരുന്നത്. അതായത് അക്ബറിന് പി ആർ ഇല്ല എന്നല്ല പറയുന്നത്, അക്ബറിന്റെ പി ആറിനെ കടത്തി വെട്ടുന്ന പി ആർ അവിടെ ഉണ്ടോന്നാണ് അക്ബറിന് പേടി. അല്ലാതെ അവർക്ക് പി ആർ ഉണ്ടായതല്ല, എന്റെ പി ആറിനേക്കാളും കൂടുതൽ പി ആർ ആണ് ഇവർക്കുള്ളത്. അപ്പൊ എനിക്ക് ടോപ്പ് 5 ടോപ്പ് 3 എത്താൻ പറ്റിയില്ല എന്നുള്ള ടെൻഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടെ നെവിനും ഈ ടെൻഷനുണ്ട്.